നമുക്ക് അന്നും ഇന്നും ഒരുപോലെ. എത്ര വർഷമായി നാൾക്ക് ശേഷം 36 ഇയേഴ്സിന് ശേഷം ഈ സിനിമ ഒരു ഞങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ വന്നിരുന്ന് കാണുന്നതിൻ്റെ ഒരു കിട്ടിയതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. 4K ക്വാളിറ്റിയിൽ സത്യം പറഞ്ഞാൽ എൻഡിങ് ഒക്കെ ആയപ്പോൾ കരഞ്ഞുപോയി. മീൻസ് നമ്മൾ പെട്ടെന്ന് അങ്ങ് എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ജനറേഷനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് നല്ല മൂവിയായിരുന്നു. പിന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് പുതിയ മൂവി കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ടെക്നോളജി ഒക്കെ വെച്ചിട്ട് സൗണ്ടും കാര്യങ്ങളും പിക്ചറിൻ്റെ ക്ലാരിറ്റിയും, കാരണം അത്രയും കാലം മുന്നുള്ള ഫിലിമാണ്. ഫിലിം മിസ്സിങ് ആയിരുന്നു പ്രിൻ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു ഗ്രേറ്റ് എഫേർട്ടാണ് അതൊക്കെ കണ്ടുപിടിച്ച് ഇത്രയും നല്ല രീതിയിൽ നല്ല നല്ല എക്സലൻറ്റ് വർക്ക്. അതെ 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 അത് അന്ന് കണ്ടത് ഞങ്ങൾക്ക് കൃത്യം ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ശരിക്കും വെച്ചാൽ എല്ലാ സീനും ഭയങ്കര അറേഞ്ച്ഡ് ആണ്, ഒരു ലാഗില്ല, നല്ല രസമുണ്ട് കാണാൻ, ഗംഭീരം, ഒന്നും പറയാനില്ല. ഒരു ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസിന് 30 കൊല്ലം മുമ്പ് തന്നെ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലിൽ കിട്ടുകയാണ് ഇത്രയും വലിയ സ്ക്രീനിൽ കാണുമ്പോൾ. അത് പറയാതിരിക്കാൻ വയ്യ. അത് വെറുതെ അല്ല ഇവരൊക്കെ ലെജൻസ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ മേക്കേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ അടുത്ത ആക്ടേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അത് ലെജൻഡറി ആയി മാറുന്നത്. പിന്നെ വീണ്ടും ഒരു റിമൈൻഡറാണ്. മഹാഭാരതമാണെങ്കിലും ഗെയിം ഓഫ് ത്രോൺസ് ആണെങ്കിലും ബാഹുബലി ആണെങ്കിലും വടക്കം വീരഗാഥയാണെങ്കിലും ഹ്യൂമൻ ഇമോഷൻസിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തന്നെയാണ് വീണ്ടും വീണ്ടും പോകുന്നത്. അത് തന്നെയാണ് മനുഷ്യർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം. ഗംഭീരമായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. കാരണം ചെറിയ കുട്ടികളാകുമ്പോൾ കണ്ട സംഭവം ഞങ്ങൾ ഈ പ്രായത്തിൽ ഞങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ വന്നിരുന്ന് കാണുന്നതിൻ്റെ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. കുറച്ച് പേരൊന്നും നമ്മുടെ കൂടെ ഇല്ല, പക്ഷേ നമുക്ക് പഴയ കുറേ ഓർമ്മകളും അതിലേക്കൊക്കെ നമ്മൾ പോകുന്നു. പക്ഷേ അന്ന് ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്തോ അത് ഇന്നത്തെ ജനറേഷൻ, നമുക്കിപ്പോൾ എൻ്റെ മോളൊക്കെ എൻ്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് അത് തന്നെ കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ എന്താ പറയുക രീതിയിലുള്ള സാങ്കേതിക മികവോടുകൂടിയാണ് സിനിമ പുറത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയ സ്ക്രീനിൽ കണ്ടത് വലിയ സ്ക്രീനിൽ കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതേ കാര്യങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും അതൊരു വേറെ എക്സ്പീരിയൻസ് ആണല്ലോ. ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും കിട്ടി തിയേറ്ററിൽ. ഒരു കണക്ഷനും അദ്ദേഹത്തിൻ്റെ വിഷൻ അവിടെ ഡെലിവർ ആയതിൻ്റെയാണ് ഇത്രയും നാൾക്ക് ശേഷവും 36 ഇയേഴ്സിന് ശേഷം ഈ സിനിമ ഒരു പുതിയ സിനിമ പോലെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു. എൻ്റെ ജനറേഷനിൽ, എനിക്ക് ശേഷമുള്ള ജനറേഷനിലെ കിഡ്സിനും എല്ലാവർക്കും ഒട്ടും ഒരു ക്രിഞ്ച് തോന്നാത്ത രീതിയിൽ ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും.